ഗുഡ് മോർണിംഗ്. ജോലി സ്കില്ലിനായിക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു കപ്പക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കപ്പക്കറി ഉണ്ടാക്കാം. 2 കപ്പയാണ് ഞാൻ വെച്ചിട്ടുള്ളത്, കട്ട് ചെയ്തതിൻ്റെ കലത്തിൻ്റെ അകത്ത് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം വെച്ചു വേവിക്കാൻ വെച്ചിരിക്കണം. പക്ഷെ വേവിക്കുമ്പോൾ ഒരിക്കലും അടച്ച് വെച്ച് വേവിക്കരുതെന്നാണ് പഴമക്കാർ പറയുന്നത്. കാരണം ഇതിൽ കപ്പയിൽ ഇച്ചിരി വിഷാംശങ്ങളൊക്കെ ചെറുതായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ആ വിഷാംശം വീണ്ടും നമ്മൾ ഇതിലോട്ട് തന്നെ കപ്പയിലോട്ട് തന്നെ ഇറങ്ങും. നമ്മൾ തുറന്ന് വെച്ച് വേവിക്കുമ്പോൾ ഇത് ആവിയായിട്ട് പുറത്തോട്ട് പോകും. അപ്പോൾ അത് മാക്സിമം അറിയാവുന്ന ആൾക്കാരിൽ കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. കപ്പ ഒരിക്കലും അടച്ചു വെച്ച് വേവിക്കരുതെന്നാണ് പറയുന്നത്. കപ്പ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കപ്പയ്ക്ക് വേണ്ടുന്ന തേങ്ങ എടുത്തു. ഒരു മിക്സിയുടെ ഒരു 1/4 ഭാഗത്തോളം തേങ്ങ എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ചെറിയ ജാറിലാണ് കേട്ടോ. ഓക്കെ, ഇനി അതിലേക്ക് വേണ്ടുന്ന കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, രണ്ട് ചെറിയ പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇത്രയും കൂടെ മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ കപ്പ വെന്തിട്ടുണ്ട്. കപ്പയുടെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞു. ഇനിയിപ്പോൾ ഇതിലേക്ക് മസാല ഇടാം. തേങ്ങ മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിടാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. ഉപ്പ് ഇട്ടിട്ടില്ല, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കപ്പ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ കപ്പയുടെ ഊറ്റിയെടുക്കുന്നില്ലേ, ആ വെള്ളവും കഞ്ഞിവെള്ളവും ഇച്ചിരി കംഫർട്ടും കൂടി വെച്ചിട്ട് കോട്ടൺ സാരിയോ കോട്ടൺ ഡ്രസ്സൊക്കെ ഞാൻ മുക്കിയെടുക്കാറുണ്ട്. കാരണം അല്ല അത്ര നമ്മൾ വിചാരിക്കുന്ന അത്ര ഒരു സ്റ്റിഫ്നെസ് കിട്ടാറില്ല തുണിക്കൊക്കെ മുക്കിയെടുക്കുമ്പോൾ, വേറെ എന്തെങ്കിലും ഇട്ട് മുക്കിയെടുക്കുമ്പോൾ. അപ്പോൾ ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. കംഫർട്ടും കൂടെ ഉപയോഗിക്കുന്നുണ്ട്, ആ ഒരു സ്മെല്ലൊന്നും ഉണ്ടാകാറില്ല. അപ്പോൾ കപ്പ റെഡിയായി. ഇതിലേക്ക് ഒരു കറിവേപ്പില ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഓക്കെ, കപ്പ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വീട്ടിൽ ഇപ്പോൾ നമ്മുടെ കേരളീയരായ എല്ലാവർക്കും കപ്പ ഉണ്ടാക്കാനൊക്കെ അറിയാം. എന്നാലും ഞാൻ ഒന്നും കൂടെ ഇടുന്നതേ ഉള്ളൂ. കപ്പ ഉണ്ടാക്കാൻ അറിയാത്ത നമ്മുടെ ഇപ്പോഴത്തെ തലമുറയിലെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ, കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവർ പുറത്തൊക്കെ പഠിക്കാൻ പോകുമ്പോഴത്തേക്ക് അവർക്ക് അറിയില്ല. അപ്പോൾ അവർക്കും കൂടെ
ഉപയോഗപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത്. ഓക്കെ.